കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപകമാക്കുന്നതിന്റെ പ്രധാന ഉത്തരവാദി SFI ആണ്. കേരളത്തിലെ കലാലയങ്ങളിൽ, ഹോസ്റ്റലുകളിലും വ്യാപകമായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഈ SFI പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഇതിന് പൂർണ്ണ പ്രോത്സാഹനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നൽകുന്നത്. SFI സമ്മേളനത്തിൽ വെച്ച് നിങ്ങൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിയാണ്. 9 വർഷമായി പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു. മയക്കുമരുന്ന് മാഫിയെ അമർ ചെയ്യാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? എന്ത് നടപടി സ്വീകരിച്ചു? ഇപ്പോൾ കേരളത്തിലെ ഹോസ്റ്റലുകളിൽ പോയി റെയ്ഡ് ചെയ്യാൻ കേരള പോലീസിന് അനുവാദം കൊടുക്കുമോ? കൊച്ചിയിലെ പോലീസിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അവരെടുത്ത ഏറ്റവും നല്ല നടപടിയാണ്. ഇതുപോലെ നടപടി സ്വീകരിക്കാൻ തയ്യാറായാൽ, ശക്തമായ നടപടി ഉണ്ടായാൽ കേരളത്തിൽ ലഹരി മാഫിയയുടെ വേറിറക്കാൻ കഴിയും. ഇതിറക്കാതിരിക്കുന്നതിന്റെ കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ്. 9 വർഷം കേരളം ഭരിച്ചിട്ട് ലഹരി മാഫിയയുടെ വേറിറക്കാൻ അദ്ദേഹത്തിന് കഴിയാത്ത എന്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു? ഇവിടെ SFI എന്ന് പറയുന്ന സംഘടന കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളും ലഹരി വ്യാപനവും തടയാൻ എന്തുകൊണ്ട് പാർട്ടി ശ്രമിക്കുന്നില്ല, പോലീസ് ശ്രമിക്കുന്നില്ല? എന്നിട്ടും ആ SFI അതേപോലെ മുന്നോട്ട് പോയാൽ മതി, ഒരു തിരുത്തലും നടത്തണ്ട എന്ന് പറയുന്ന മുഖ്യമന്ത്രി അല്ലേ ഇവർക്ക് പ്രോത്സാഹനം നൽകുന്നത്? അതുകൊണ്ട് കേരളത്തിൽ ലഹരി അവസാനിക്കണമെങ്കിൽ SFI എന്ന് പറയുന്ന സംഘടനയെ പിരിച്ചുവിടേണ്ടി വരും.